ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ കേപ്പ് വെർദയ്ക്ക് മുന്നിൽ സ്പാനിഷ് പട കാലിടറി വീണപ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പണ്ഡിറ്റുകൾ അങ്ങ് വിധിയെഴുതി ഈ ലോകകപ്പിൽ ലാ റോജയുടെ കഥ കഴിഞ്ഞുവെന്ന്. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ഒരു സമനില കൊണ്ട് അവരെ എഴുതി തള്ളിയവർക്കുള്ള മറുപടിക്ക് വേണ്ടിയായിരുന്നു ഈ മത്സരം. അറ്റ്ലാന്റയിലെ പുൽമൈതാനത്തെ ചോരക്കളമാക്കാൻ അവർ തിരിച്ചെത്തി. എതിരാളികൾ സൗദി അറേബ്യ. പരിക്കിന്റെ വേവലാതികൾ മാറ്റി നിർത്തി കോച്ച് ലൂയിസ് ഡി ലാഫ്യൂണ്ടെ അവനെ ആദ്യ 11-ൽ പ്രഖ്യാപിച്ചപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു. പക്ഷേ കളിയുടെ 10-ാം മിനിറ്റിൽ അവൻ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി. ഓയർ സാബലിന്റെ ഒരു മാന്ത്രിക പാസ് ബോക്സിലേക്ക് ഒരു പുള്ളിപ്പുലിയുടെ വേഗതയിൽ ലാമിൻ യമാലിന്റെ സ്ലൈഡിംഗ് സൗദി വല കുലുങ്ങി. സുഹൃത്തുക്കളെ, ചരിത്രം അവിടെ തിരുത്തി കുറിക്കപ്പെടുകയായിരുന്നു. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരൻ ലോകകപ്പിന്റെ ചരിത്ര താളുകളിൽ കറുത്ത മഷി കൊണ്ട് സ്വന്തം പേരെഴുതി ചേർത്തു. 1958-ൽ ബ്രസീലിന്റെ കറുത്ത മുത്ത് സാഷാൽ പെലെ വെയിൽസിനെതിരെ ഗോൾ നേടിയതിനു ശേഷം ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ താരം. ഫുട്ബോൾ ദൈവത്തിന്റെ ആ പഴയ സിംഹാസനത്തിലേക്ക് ഇതാ മറ്റൊരു രാജകുമാരൻ നടന്നു കയറുന്നു. പേര് ലാമിൻ യമാൽ. യമാൽ കളിക്ക് തീ കൊളുത്തിയെങ്കിൽ മൈക്കൽ ഓയർസാബൽ അവിടെ നടത്തിയത് സൗദി പ്രതിരോധത്തിന്റെ നെഞ്ചകം തകർക്കുന്ന അതിശക്തമായ സ്ഫോടനമായിരുന്നു. ഫസ്റ്റ് ഹാഫിന്റെ മധ്യത്തിൽ ബോക്സിനുള്ളിൽ കിട്ടിയ പന്ത് ഒരു വേട്ടക്കാരന്റെ കൃത്യതയോടെ ഓയർസബാൽ വലയിലെത്തിച്ചു. സൗദി താരങ്ങൾ ശ്വാസം വിടും മുമ്പേ വരുന്നു അടുത്ത പ്രഹരം. സൗദി കീപ്പർ മുഹമ്മദ് അൽ ഒവൈസിനെ വെറും കാഴ്ചക്കാരനാക്കി ഓയർസബാൽ തൊടുത്ത ആ വെടിയുണ്ട പോലുള്ള ഷോട്ട് സൗദിയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തു തരിപ്പണമാക്കി. വെറും 24 മിനിറ്റ്. സ്കോർ ബോർഡ് പറയും ബാക്കി കഥ. സ്പെയിൻ 3 സൗദി 0. കളി അവിടെ തീരുകയായിരുന്നു. മധ്യനിരയിൽ റോഡ്രിയും പെഡ്രിയും ഡാനിയോൾമോയും പന്ത് കൊണ്ട് കവിത രചിച്ചപ്പോൾ പന്തിന് പുറകെ വെറും നിഴലുകളെപ്പോലെ ഓടാൻ മാത്രമായിരുന്നു സൗദി കളിക്കാരുടെ വിധി. സെക്കൻഡ് ഹാഫിലും സ്പാനിഷ് ആധിപത്യത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഉറുഗ്വേയുമായുള്ള വരാനിരിക്കുന്ന വമ്പം പോരാട്ടം മനസ്സിൽ കണ്ട് യമാലിനെയും ഓയർസബാലിനെയും കോച്ച് പിൻവലിച്ചെങ്കിലും സ്പാനിഷ് ആക്രമണത്തിന്റെ മൂർച്ച കുറഞ്ഞില്ല. ഒടുവിൽ സൗദി താരം ഹസൻ അൽ തമ്പത്തിയുടെ സെൽഫ് ഗോൾ കൂടിയായപ്പോൾ സ്പെയിൻ്റെ ഗോൾ പട്ടിക 4ആയി പൂർത്തിയായി. ഈ തകർപ്പൻ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി സ്പെയിൻ ടൂർണമെന്റിലേക്ക് ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. സംശയിച്ചവർക്ക് മുന്നിൽ അവർ തങ്ങളുടെ പഴയ ഐഡന്റിറ്റി വീണ്ടെടുത്തു കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥ പരീക്ഷണം വരാനിരിക്കുന്നതേയുള്ളൂ. സൗദിയെ തകർത്ത കാളക്കുറ്റന്മാർക്ക് അടുത്ത മത്സരത്തിൽ എതിരാളികൾ കരുത്തരായ ഉറുഗ്വേയാണ്. അവരെ വീഴ്ത്താനാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. Waytonikah.com, the exclusive Muslim matrimonial site.